സ്മാർട്ട് ഫോൺ ചരിത്രത്തിലെ വളരെ പ്രത്യേകമായ ഒരു ഡിവൈസാണ് പാം ടങ്സ്റ്റൺ W. 2002 പുറത്തിറങ്ങിയ ഈ ഡിവൈസ് ഇന്നത്തെ സ്മാർട്ട് ഫോണുകളുടെ പൂർവികൻ എന്ന് പറയാം. അന്ന് PDA അഥവാ പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ് എന്നായിരുന്നു ഈ തരത്തിലുള്ള ഉപകരണങ്ങളെ വിളിച്ചിരുന്നത്. പാം OS 4.1 പ്രവർത്തിക്കുന്ന ഈ ഡിവൈസിന് 33 MHz മോട്ടറോള ഡ്രാഗൺ ബോൾ പ്രോസസ്സറും 16 MB റാമും ഉണ്ടായിരുന്നു. അതിൽ ഒരു ഭാഗം സ്റ്റോറേജിനും ഉപയോഗിച്ചിരുന്നു. ഇന്നത്തെ സ്റ്റാൻഡേർഡിൽ ചെറിയ സ്പെസിഫിക്കേഷൻ പോലെ തോന്നുമെങ്കിലും 2002 ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു. പാം ടങ്സ്റ്റൺ Wന്റെ പ്രധാന പ്രത്യേകത ഇതൊരു PDA മാത്രമല്ല, ഫോൺ ഫീച്ചറുകളും ഉൾപ്പെടുത്തിയ ഒരു സ്മാർട്ട് ഡിവൈസ് ആയിരുന്നു. GSM നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്തതിനാൽ കോളുകൾ ചെയ്യാനും SMS അയക്കാനും GPRS വഴി ഇന്റർനെറ്റ് ഉപയോഗിക്കുവാനും സാധിച്ചു. അതായത് ഇന്നത്തെ സ്മാർട്ട് ഫോണുകളുടെ അടിസ്ഥാന ആശയം ഇതിനകം തന്നെ ഇതിൽ ഉണ്ടായിരുന്നു. 320x320 പിക്സൽ റെസൊല്യൂഷനുള്ള TFT കളർ ടച്ച് സ്ക്രീനും മുൻവശത്ത് നൽകിയ ചെറിയ ഫിസിക്കൽ ക്വാട്ടി കീബോർഡും ഈ ഉപകരണത്തിന്റെ ഹൈലൈറ്റ് ആയിരുന്നു. ടച്ച് സ്ക്രീനിനോടൊപ്പം സ്റ്റൈലസ് സപ്പോർട്ടും ഉണ്ടായിരുന്നതിനാൽ പാമിന്റെ ഗ്രാഫ്റ്റി ഹാൻഡ് റൈറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് സ്ക്രീനിൽ എഴുതിയും ടൈപ്പ് ചെയ്യാമായിരുന്നു. ടച്ച്, സ്റ്റൈലസ്, കീബോർഡ് ഈ കോമ്പിനേഷൻ ആ കാലത്ത് വളരെ വലിയൊരു മുന്നേറ്റമായിരുന്നു. ബ്ലൂടൂത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നതും SD കാർഡ് സ്ലോട്ടിലൂടെ സ്റ്റോറേജ് വിപുലീകരിക്കാൻ സാധിച്ചതും മറ്റൊരു പ്രത്യേകതയാണ്. 1500 mAh റിമൂവബിൾ ബാറ്ററി സാധാരണ ഉപയോഗത്തിൽ നല്ല ബാക്കപ്പ് നൽകി. ഏകദേശം 185 ഗ്രാം ഭാരം ഉണ്ടായിരുന്നതിനാൽ ഇത് കട്ടിയുള്ളതും പോക്കറ്റ് ഫ്രണ്ട്ലി അല്ലാത്തതുമായിരുന്ന ഉപകരണമാണ്. ക്യാമറ ഇല്ലാത്തതും ഉയർന്ന വിലയും കാരണം ഈ ഫോൺ സാധാരണ ഉപഭോക്താക്കളിൽ അത്ര വലിയ ജനപ്രിയമായിരുന്നില്ല. എന്നിരുന്നാലും ബിസിനസ് യൂസേഴ്സിനും ടെക് ഇന്തൂസിയാസ്റ്റുകൾക്കും ഇതൊരു പ്രീമിയം ഫ്യൂച്ചറിസ്റ്റിക് ഡിവൈസ് ആയിരുന്നു. ഇന്നിത് നോക്കുമ്പോൾ പാം ടങ്സ്റ്റൺ W ഒരു ട്രാൻസിഷൻ ഡിവൈസ് ആണ്. PDA ലോകത്തു നിന്ന് സ്മാർട്ട് ഫോൺ കാലത്തേക്ക് കടക്കുന്ന ഒരു പാലം പോലെ. അതുകൊണ്ട് തന്നെ മൊബൈൽ ചരിത്രത്തിൽ ഇതിന് ഒരു പ്രത്യേകവും അഭിമാനകരവുമായ സ്ഥാനമുണ്ട്.